വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന കോർപ്പറേഷനുകളിലൊന്നാണ് തൃശൂർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 6 വാർഡുകളാണ് കോർപ്പറേഷനിൽ ജയിക്കാൻ സാധിച്ചത്. എന്നാൽ ഇത്തവണ അവർക്ക് അവിടെ ഭരണം പിടിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ അവരുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ കഴിഞ്ഞതാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ഇടങ്ങളിലും, അതായത് ഗുരുവായൂർ ഒഴികെ ബാക്കിയുള്ള 6 ഇടങ്ങളിലും ബി.ജെ.പിക്കാണ് ലീഡ് ലഭിച്ചത്. ഈ തൃശൂരിലെ കോർപ്പറേഷൻ പരിധിയിലും ബി.ജെ.പി. ശക്തമായ ഒരു വേരോട്ടം നടത്തുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ തൃശൂർ കോർപ്പറേഷൻ തങ്ങൾക്ക് പിടിക്കാൻ കഴിയും, അവിടെ ഭരിക്കാൻ കഴിയും എന്ന ഒരു നിലയിലേക്ക് ബി.ജെ.പി. എത്തിയത്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയവുമെല്ലാം കഴിഞ്ഞ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നാമനിർദ്ദേശ പത്രിക സമർപ്പണവും എല്ലാം കഴിഞ്ഞപ്പോൾ ബി.ജെ.പിയുടെ നില തൃശൂർ കോർപ്പറേഷനിൽ വലിയ പരുങ്ങലിലാണ് എന്നതാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടക്കം മുതൽ അവിടെ പ്രശ്നങ്ങളായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു തമ്മിലടി അവിടെ ഉടലെടുത്തു. ഈ സ്ഥാനാർത്ഥി നിർണയ ഘട്ടങ്ങളിലൊക്കെ ആയിട്ട് നിരവധി പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ച കണ്ടു. ഏറ്റവും ഒടുവിൽ അവിടെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖർ പ്രഖ്യാപിച്ച മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച കുട്ടംകുളങ്ങര വാർഡിലെ സ്ഥാനാർത്ഥി വി ആതിരയെ അവിടെ നിന്നും അവസാന നിമിഷം ബി.ജെ.പിക്ക് മാറ്റി പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടി വന്നു. കുട്ടംകുളങ്ങരയിൽ പുതുതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി എം ശ്രീവിദ്യയാണ്. അവര് മുൻ RSS പ്രചാരകന്റെ ഒരു മകളാണ്. തൃശ്ശൂരിൽ നിന്നുള്ള MP സുരേഷ് ഗോപിയും ഈ പറയുന്ന വി ആതിരയെ ആണ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടിയത്. അവർക്ക് വേണ്ടിയുള്ള പ്രചരണവും ഒക്കെ തന്നെയാണ് സുരേഷ് ഗോപി നടത്തിയത്. അവരെ മേയറാക്കും എന്ന നിലയിൽ ഒക്കെ തന്നെയുള്ള വാഗ്ദാനങ്ങളെല്ലാം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ തമ്മിലടി രൂക്ഷമായപ്പോൾ RSSന്റെ കൂടി പിടിവാശി വന്നപ്പോൾ ആതിരയെ മാറ്റി പകരം ശ്രീവിദ്യയെ സ്ഥാനാർത്ഥിയാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ബി.ജെ.പി. എത്തി. അതിൽ വലിയ ഒരു അതൃപ്തി സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റേണ്ട എന്ന് ഉറച്ച നിലപാടിലായിരുന്നു ജില്ലാ നേതൃത്വം. എന്നാൽ RSSന്റെ പിടിവാശിക്ക് മുന്നിൽ അവർക്ക് വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അത് പാർട്ടിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അവസാന നിമിഷം സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, അവിടെ കോർപ്പറേഷനിലെ 41ാം ഡിവിഷൻ വടൂക്കര അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയവും പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറി നേരത്തെ സൃഷ്ടിച്ചിരുന്നു. അവിടെ നിന്നും പാർട്ടി പ്രവർത്തകനും പ്രമുഖ പ്രാദേശിക നേതാവുമായ VR സുജിത്ത് അദ്ദേഹം പാർട്ടിയിൽ നിന്നും രാജിവെച്ചുകൊണ്ട് അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വടൂക്കരയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ മുൻ ഒരു നേതാവിനെയും ഒരു കൗൺസിലറുമായിട്ടുള്ള സദാനന്ദൻ വാഴപ്പള്ളിയാണ്. ഈ സദാനന്ദൻ വാഴപ്പള്ളി പാർട്ടിയിലേക്ക് എത്തുന്നത് പത്മജ വേണുഗോപാലിന്റെ സ്വാധീനത്താലാണ്. പത്മജയുടെ ഒരു അടുത്ത അനുയായിയാണ്, അല്ലെങ്കിൽ അടുത്ത ഒരു ആളാണ്, അടുപ്പക്കാരനാണ് ഈ സദാനന്ദൻ. അത്തരത്തിൽ പത്മജയുടെ സ്വാധീനത്താലാണ് ഈ സദാനന്ദനെ വടൂക്കരയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അതിനെതിരെ വലിയ രീതിയിൽ അവിടെ പ്രാദേശികമായിട്ട് പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വലിയ വിമതശല്യം അവിടെ രൂപപ്പെടുകയും ചെയ്തു. സുജിത്ത് അവിടെ അറിയപ്പെടുന്ന ഒരു പ്രാദേശിക നേതാവാണ്. ഒരു പക്ഷേ ഇത്തവണ വടൂക്കരയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് നേതാക്കളും പ്രവർത്തകരും എല്ലാം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സുജിത്ത്. എന്നാൽ സുജിത്തിനെ അവസാന നിമിഷം മാറ്റി പത്മജയുടെ സ്വാധീനത്താൽ സമ്മർദ്ദ ഫലമായിട്ട് സദാനന്ദനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സുജിത്ത് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ്. അത്തരത്തിൽ പല വാർഡുകളിലും ഇങ്ങനെ ബി.ജെ.പിക്ക് വിമത ഭീഷണിയുണ്ട്, പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള അതൃപ്തി മൂലം പരസ്യമായും രഹസ്യമായും എല്ലാം തന്നെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവിടെ ഈ ഭരണം പിടിക്കാനുള്ള പുറപ്പാടിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധികൾ ബി.ജെ.പി. ഏത് നിലയ്ക്ക് തരണം ചെയ്യും, അല്ലെങ്കിൽ ഇതൊക്കെ ഏത് തരത്തിൽ ബി.ജെ.പി. അവിടെ ബാധിക്കുമെന്നത് വലിയ ഒരു പ്രശ്നമാണ് നേതൃത്വത്തിന് മുന്നിൽ. കാരണം നിലവിൽ തൃശ്ശൂരിൽ ബി.ജെ.പിയുടെ MP ആണുള്ളത്, സുരേഷ് ഗോപിയാണ്. അവിടെ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ തവണ പിടിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഒരു മികച്ച പ്രകടനം അവിടെ നടത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അവരെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാകും. പ്രത്യേകിച്ചും സുരേഷ് ഗോപിക്ക് വലിയൊരു നാണക്കേടായിട്ട് ആ സംഭവം മാറുകയും ചെയ്യും. കഴിഞ്ഞ കുറെ കാലമായിട്ട് സുരേഷ് ഗോപി അവിടെ തൃശ്ശൂരിൽ കോർപ്പറേഷൻ പിടിക്കാനുള്ള നീക്കങ്ങളെല്ലാം നടത്തുകയും ശക്തൻ മാർക്കറ്റ് ഉൾപ്പെടെ അവിടെ നവീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നടപടികൾ നടത്തുകയും അതിനുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തതാണ്. അപ്പോൾ നിലവിലെ 6 സീറ്റിൽ നിന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് സുരേഷ് ഗോപിക്ക് തന്നെ വലിയൊരു തിരിച്ചടിയാക്കുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ മാറും. ഈ 6-ൽ നിന്നും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള 6 സീറ്റുകളെങ്കിലും നിലനിർത്താൻ ബി.ജെ.പിക്ക് കഴിയുമോ
എന്നുള്ള ആശങ്ക അവിടെയുണ്ട്. നേരത്തെ പുതിയ ജില്ലാ അധ്യക്ഷനായിട്ട് ജസ്റ്റിൻ ജേക്കബ് സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ മുൻ അധ്യക്ഷനായ കെ അനീഷ് കുമാറുമായിട്ട് ഉള്ള ഒരു അടി അത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു. പഴയ അധ്യക്ഷനും പുതിയ ജില്ലാ അധ്യക്ഷനും തമ്മിൽ ശക്തമായൊരു പോര് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ പ്രതിസന്ധികളെല്ലാം അവിടെ ജില്ലയിലെ BJP ഉടലെടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തൃശൂർ കോർപ്പറേഷനിൽ ഉണ്ടായിരിക്കുന്ന ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അത് സംസ്ഥാന നേതൃത്വത്തെ വലിയ രീതിയിൽ അലോസരപ്പെടുത്തുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഏത് തിരിച്ചടിയും സംസ്ഥാന നേതൃത്വത്തിനും ഒപ്പം തന്നെ അവിടെ നിന്നുള്ള MP യും മന്ത്രിയുമായ സുരേഷ് ഗോപിക്കും വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.